പ്രധാനമന്ത്രി എന്ന് പറയുന്ന നരേന്ദ്രമോദി വാ തുറന്നാൽ പറയുന്ന കാര്യങ്ങൾ തന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞു മോങ്ങുക, മുസ്ലിങ്ങൾക്കെതിരെ വിഷം തുപ്പുക, ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കുക. കഴിഞ്ഞ 11 വർഷത്തിലധികമായി ഭരിച്ചിട്ടും രാജ്യത്തിന് യാതൊരു ഗുണവും ഉണ്ടാകാത്തതിന്റെ കാരണം താനല്ല, മറിച്ച് 1947 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നെഹ്റുവിന്റെ കുറ്റമാണ്, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കുറ്റമാണ് എന്ന് പറയുക എന്നീ കാര്യങ്ങൾ മാത്രമാണ്. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു, രാജ്യത്തിന് എന്തു പുരോഗതിയുണ്ടായി, യുവാക്കൾക്ക് എത്ര തൊഴിൽ നൽകി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് മോദി ഒരിക്കലും പറയാറില്ല. അതിന് കാരണം ഇത്തരം കാര്യങ്ങൾ പറയാൻ രാജ്യത്തിന് ഗുണമുള്ള ഒരു കാര്യവും മോദി ചെയ്തില്ല എന്നുള്ളതാണ്. മോദിയുടെ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങളെ എല്ലാം തുറന്നു കാണിച്ചുകൊണ്ടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. ബീഹാറിലെ ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഭാഗമായി പ്രിയങ്ക ഗാന്ധി നടത്തിയ ഈ പ്രസംഗത്തെ നമുക്ക് വ്യക്തമായി അവലോകനം ചെയ്യാം. ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പ്രിയങ്ക ഗാന്ധി തന്റെ പ്രസംഗം തുടങ്ങിയത് മോദിയും അമിത്ഷായും സ്ഥിരമായി പ്രസംഗങ്ങൾ നടത്തുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവരുടെ വാക്കുകൾ കേട്ടുകൊള്ളൂ. भाजपा के सबसे बड़े बड़े नेता जो हैं यहाँ आए भी थे मेरे ख्याल से। गृह मंत्री जी, प्रधानमंत्री जी क्या बात करते हैं, हमेशा अतीत की बातें करते हैं कि भाई ये इसलिए बिगड़ा हुआ है क्योंकि जवाहरलाल नेहरू ने बिगाड़ा होगा। आज तुम्हारी गांव में टूटी से पानी इसलिए नहीं आ रहा है क्योंकि इंदिरा जी ने कुछ किया होगा। तुम्हारी सड़क की मरम्मत नहीं हो रही है क्योंकि जवाहरलाल नेहरू ने उस समय कुछ गलत कर दिया होगा। हमेशा अतीत की बातें करते हैं. ബിജെപിയുടെ വലിയ വലിയ നേതാക്കൾ ഇവിടെ എത്തിയിരുന്നു. ആഭ്യന്തരമന്ത്രി, പ്രധാനമന്ത്രി എന്നിവർ. അവർ എന്താണ് പറഞ്ഞത്? എപ്പോഴും ഭൂതകാലത്തിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഈ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടക്കാത്തതിന് കാരണം ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ന് നിങ്ങളുടെ ഗ്രാമത്തിലെ പൈപ്പിലൂടെ വെള്ളം വരുന്നില്ലാത്തതിന് കാരണം ഇന്ദിരാഗാന്ധിയുടെ കുറ്റമാണ്. നിങ്ങളുടെ റോഡുകളുടെ മെയിൻ്റനൻസ് നടക്കാത്തതിന് കാരണം ജവഹർലാൽ നെഹ്റു ആ കാലത്ത് ചെയ്ത കാര്യങ്ങളുടെ ഫലമായാണ്. അങ്ങനെ എപ്പോഴും കഴിഞ്ഞ കാലത്തിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. और हमेशा कहीं ना कहीं से किसी ना किसी का अपमान निकाल लेते हैं ताकि आपका ध्यान भटक जाए. कर्नाटका में चुनाव था, वहां गए कहने लग गए कि कर्नाटका के लोगों का अपमान किया है विपक्ष ने. बंगाल गए तो बंगाल का अपमान. यहाँ बिहार आते हैं तो कहते हैं कि पूरे विपक्षी दल के सारे नेता बिहार की जनता का अपमान कर रहे हैं. അതുപോലെ എപ്പോഴും എവിടെ നിന്നെങ്കിലും ആരെയൊക്കെയോ അപമാനിച്ചതിന്റെ കാര്യങ്ങൾ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നു. അതിന് കാരണം യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിനാണ്. കർണാടകത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞു പ്രതിപക്ഷത്തിന്റെ ആളുകൾ കർണാടകയെ അപമാനിച്ചു എന്ന്. ബംഗാളിൽ സംസാരിക്കുമ്പോൾ ബംഗാളിനെ അപമാനിച്ചു എന്ന് പറയും. ഇവിടെ ബീഹാറിൽ വരുമ്പോൾ പറയും പ്രതിപക്ഷത്തിന്റെ എല്ലാ നേതാക്കളും ബീഹാറിനെ മൊത്തത്തിൽ അപമാനിച്ചു എന്ന്. तो मैं सोच रही थी इनका भाषण सुनते हुए कि मैं एक सुझाव देना चाहती हूँ प्रधानमंत्री जी को, क्योंकि उनका समय जो है बहुत महत्वपूर्ण है इस देश के लिए. प्रधानमंत्री और गृह मंत्री जी का जो समय है वो काम करने में जाना चाहिए कि नहीं जाना चाहिए. അപ്പോൾ ഇവരുടെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു. പ്രധാനമന്ത്രിക്ക് ഒരു സജഷൻ നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പ്രധാനമന്ത്രിയുടെ സമയം ഈ രാജ്യത്തിന് വളരെ വിലപിടിച്ചതാണ്. പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും സമയം ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നതിന് വേണ്ടിയല്ലേ ഉപയോഗിക്കേണ്ടത്? जाना चाहिए, रोजगार दिलवाने में जाना चाहिए कि नहीं जाना चाहिए. बेरोजगार हो ना तुम, बेरोजगार हो ना, पढ़े लिखे भी होगे, पढ़े लिखे हो लेकिन बेरोजगार हो. तो प्रधानमंत्री जी का जो समय है वो रोजगार दिलवाने में, विकास लाने में, बड़े बड़े उद्योगों को लगवाने में लगना चाहिए. ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയല്ലേ ഉപയോഗിക്കേണ്ടത്? നിങ്ങൾ തൊഴിൽ രഹിതർ അല്ലേ? അതേസമയം വിദ്യാഭ്യാസം ഉള്ളവരും ആണല്ലോ. ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ്, പക്ഷേ തൊഴിലില്ല. അതിനാൽ പ്രധാനമന്ത്രിയുടെ സമയം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും വലിയ വലിയ ബിസിനസ്സുകൾ കൊണ്ടുവരുന്നതിനും ഉപയോഗിക്കേണ്ടതല്ലേ? इसीलिए मेरा सुझाव ये है कि वो एक नया मंत्रालय बना दे और उसका नाम रखे अपमान मंत्रालय. क्यों? अच्छा सुझाव है पप्पू जी. അതിനാൽ എന്റെ നിർദ്ദേശം ഇതാണ്. അവർ ഒരു പുതിയ മന്ത്രാലയം സ്ഥാപിക്കണം. അതിന് അപമാന മന്ത്രാലയം എന്ന് പേരുമിടണം. ഇത് നല്ല നിർദ്ദേശമല്ലേ എന്ന് വേദിയിലിരിക്കുന്ന പപ്പു യാദവിനെ നോക്കി ചോദിക്കുകയാണ്. ഇത് കേട്ട് ജനങ്ങൾ
വളരെ ശരിയായ കാര്യമാണ് എന്നുള്ള രീതിയിൽ കൈയടിക്കുന്നു. പറയാതെ തരമില്ല, വളരെ മികച്ച നിർദ്ദേശം തന്നെയാണ്. ഇനി അവർ തുറന്നു പറയുന്നത് കേൾക്കാം. एक अपमान मंत्रालय बना दे ताकि उनका समय व्यर्थ न हो। वो बड़ी बड़ी सूचियां निकाल देते हैं कि हमें इसने गाली दी, उसने गाली दी, इसने हमारा अपमान किया, तो खुद क्या बैठ के सूची बनाएंगे? अपमान मंत्रालय बना देगा। ഒരു അപമാന മന്ത്രാലയം ഉണ്ടാക്കൂ. അതുവഴി പ്രധാനമന്ത്രിയുടെ വിലപ്പെട്ട സമയം അപമാനത്തെക്കുറിച്ച് പറഞ്ഞ് വേസ്റ്റ് ചെയ്യാതെ ഇരിക്കൂ. അവർ എന്നെ അപമാനിച്ചു, ഇവർ എന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞ് വലിയ വലിയ പട്ടിക പ്രധാനമന്ത്രി പുറത്തെടുക്കുന്നു. അതിനാൽ സ്വയം ഇരുന്ന് എന്തുകൊണ്ട് ഇത്തരം പട്ടിക ഉണ്ടാക്കണം? അതിനു പകരം അത് അപമാന മന്ത്രാലയത്തിന് ഏൽപ്പിക്കണം. और जब आप अपनी नौकरी, अपने रोजगार के लिए धरना प्रदर्शन करोगे और उनको लगेगा कि देश का अपमान हो रहा है क्योंकि कोई सवाल उठा रहा है, तो अपमान मंत्रालय बुला ले आपको, है कि नहीं? और जब कोई अध्यापक या कोई महिला या कोई संविदा कर्मी अपने अधिकारों के लिए सवाल उठाए तो इनको लगता है कि देशद्रोही हो रही है, इनको लगता है कि देश का अपमान हो रहा है, तो अपमान मंत्रालय को बुला ले, अपमान मंत्रालय कार्रवाई करे. നിങ്ങൾ തൊഴിലിനു വേണ്ടി പ്രതിഷേധം നടത്തുമ്പോൾ അവർക്ക് അത് രാജ്യത്തെ അപമാനിക്കുന്നതാണ് എന്ന് തോന്നിയാൽ, ആരെങ്കിലും അവരുടെ തെറ്റിനെ ചോദ്യം ചെയ്താൽ ഉടനെ തന്നെ നിങ്ങൾ അപമാന മന്ത്രാലയത്തിനെ വിളിക്കൂ. എപ്പോഴെങ്കിലും അധ്യാപകരോ വനിതകളോ കോൺട്രാക്ട് ജോലിക്കാരോ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ ഇവർക്ക് അത് ദേശദ്രോഹമാണ് എന്ന് തോന്നിയാൽ, ഇവർക്ക് അത് രാജ്യത്തെ അപമാനിക്കുന്നതാണ് എന്ന് തോന്നിയാൽ അപമാന മന്ത്രാലയത്തിനെ വിളിക്കൂ. അപമാന മന്ത്രാലയം അതിനെതിരെ നടപടിയെടുക്കട്ടെ. है कि नहीं? अपना समय क्यों व्यर्थ कर रहे हैं? और इस अपमान मंत्रालय में मेरा ये भी सुझाव है कि मेरे परिवार के बारे में जितनी इन्होंने गालियां दी और जितना उल्टा सीधा बोला उसका भी रिकॉर्ड रखा जाए. एक लाइब्रेरी पूरी बन जाएगी किताबों की, भर देंगे उनको. ശരിയല്ലേ? എന്തിനാണ് പ്രധാനമന്ത്രിയുടെ സമയം ഇതിനുവേണ്ടി വേസ്റ്റ് ആക്കുന്നത്? അതുപോലെ എൻ്റെ മറ്റൊരു നിർദ്ദേശം, ഈ അപമാന മന്ത്രാലയത്തിൽ എൻ്റെ കുടുംബത്തിനെ പ്രധാനമന്ത്രി എത്രത്തോളം അപമാനിക്കുന്നുവോ, എത്രത്തോളം എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഇല്ലാ വാക്കുകൾ പറയുന്നുവോ അതിൻ്റെയും റെക്കോർഡ് സൂക്ഷിക്കൂ. അങ്ങനെ അപമാനത്തിന്റെ കണക്ക് നിറഞ്ഞ പുസ്തകങ്ങളുടെ വലിയ ഒരു ലൈബ്രറി തന്നെ ഉണ്ടാകട്ടെ. क्योंकि अफसोस की बात यह है कि इन फिजूल की बातों में आपका समय बर्बाद किया जा रहा है. കാരണം വലിയ വിഷമം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ യൂസ്ലെസ് ആയുള്ള ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പ്രധാനമന്ത്രിയുടെ സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക. എത്ര അർത്ഥവത്തായ നിർദ്ദേശമാണ്! ഇങ്ങനെയൊരു അപമാന മന്ത്രാലയം ഉണ്ടാക്കുന്നത് വഴി പ്രധാനമന്ത്രിയുടെ വിലപിടിച്ച സമയം എന്നെ അപമാനിച്ചു, ബീഹാറിനെ അപമാനിച്ചു, രാജ്യത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് മോങ്ങുന്നതിനു വേണ്ടി വേസ്റ്റ് ചെയ്യാതെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നതിനു വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഇനി ബീഹാറിൽ സ്ഥിരമായി നടക്കുന്ന പേപ്പർ ലീക്കിനെ കുറിച്ചും അതുവഴി യുവജനങ്ങളുടെ ഭാവി ഇരുളിൽ ആക്കുന്നതിനെ കുറിച്ചുമാണ് സംസാരിക്കുന്നത്. इनके नेता मंच पे आते हैं, आपकी बात नहीं करते. ये नहीं बताते हैं कि आपको कितने रोजगार देंगे. ये नहीं बताते हैं कि बिहार में जो इतनी अच्छी शिक्षा की व्यवस्था थी, जो IPS, IAS, IFS के बड़े बड़े अधिकारी भेजती थी देश में, वो ठप क्यों हो गई? बताते नहीं है कि पेपर लीक क्यों हो रहा है आपका. BJPയുടെ നേതാക്കൾ വേദിയിൽ വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കുകയില്ല, നിങ്ങൾക്ക് എത്ര തൊഴിൽ നൽകിയെന്ന് പറയുകയില്ല. ബീഹാറിലെ മികച്ച വിദ്യാഭ്യാസ വ്യവസ്ഥ വളരെയേറെ IPS, IAS, IFS തുടങ്ങിയ ഉന്നത തൊഴിലുകൾ ചെയ്യുന്നവരെ സൃഷ്ടിച്ചിരുന്ന മികച്ച വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെയാണ് നശിപ്പിച്ചത് എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയില്ല. നിങ്ങളുടെ പരീക്ഷയുടെ പേപ്പർ എങ്ങനെ ലീക്കാകുന്നു എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയില്ല. कि जो ये नौजवान सारे यहाँ खड़े हैं, पढ़ते हैं, लिखते हैं, सालों ये संघर्ष करते हैं, पेपर देते हैं भर्ती के लिए और पेपर लीक हो जाता है, रद्द हो जाता है, कोई घोटाला हो जाता है, कोई पैसे ले रहा है उसमें से. ये नहीं बताते कि क्यों हो रहा है और उसको रोकने के लिए क्या करने जा रहे हैं. ഇവിടെ ഇരിക്കുന്ന യുവജനങ്ങൾ വർഷങ്ങൾ പരിശ്രമിച്ച് മികച്ച രീതിയിൽ എഴുതി പഠിക്കുന്നു. എന്നാൽ തൊഴിലവസരങ്ങൾ നികത്തുന്നതിനുള്ള പരീക്ഷ നടക്കുമ്പോൾ അതിന്റെ പേപ്പർ ലീക്ക് ചെയ്യുന്നു, പരീക്ഷ റദ്ദാക്കുന്നു, അതിൽ വലിയ അഴിമതി നടക്കുന്നു, കുറെ ആളുകൾ അതിൽ നിന്ന് പണമുണ്ടാക്കുന്നു. എന്നാൽ ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നോ അതിനെ തടയുന്നതിനുള്ള എന്ത് നടപടിയെടുക്കുമെന്നോ സംസാരിക്കുകയില്ല. ഇനി തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കഴിഞ്ഞ 20 വർഷത്തിലധികമായി
ബീഹാറിലെ വനിതകൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ഇപ്പോൾ ഇലക്ഷൻ വിലയ്ക്ക് വാങ്ങുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് 10,000 രൂപ വീതം വനിതകൾക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് അവർ പറയുന്നത് കേട്ടുകൊള്ളൂ. मेरी बहनें यहाँ खड़ी हुई हैं, आपके संघर्ष को कौन पहचान रहा है? कौन पहचान रहा है? खेती में काम करती हो, घर के बाहर अगर जाती हो काम करने के लिए, घर आके भी काम करती हो, सोती नहीं हो जब तक बच्चों ने खाना खा लिया है, जब तक परिवार के सब सदस्यों ने कुछ खा लिया है, कभी कभी खाली पेट सो जाती हो, सुबह सबसे पहले उठती हो, इस समाज का पूरा बोझ तुम उठाती हो. എന്റെ സഹോദരിമാർ ഇവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ പരിശ്രമങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? പാടത്ത് പണിയെടുക്കുന്നു, വീടിന് പുറത്ത് പണിയെടുക്കാൻ പോകുമ്പോൾ ഭീഷണിപ്പെടുത്തി പണിയെടുപ്പിക്കുന്നു, ഉറക്കം പോലുമില്ല. കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ, വീട്ടിലെ മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുമ്പോൾ പലപ്പോഴും അവർ കാലി വയറുമായി ഉറങ്ങുന്നു. രാവിലെ ഏറ്റവും ആദ്യം ഉണരുന്നു. ഈ സമൂഹത്തിന്റെ മുഴുവൻ ഭാരവും നിങ്ങൾ ചുമക്കുന്നു. परिवार की परवरिश, बच्चों की परवरिश, परिवार का देखभाल, बड़ों का देखभाल, छोटों का देखभाल सब आप कर रही हो. कोई पूछने वाला है? किसी ने आपको कुछ दिया? अब चुनाव आ रहा है तो 10,000 रुपए दिए जा रहे हैं. ये 10,000 रुपए जो आज दिए जा रहे हैं 20 सालों के लिए कहाँ थे? आपको 20 साल क्यों इंतजार करना पड़ा इसके लिए? കുടുംബത്തിന്റെ ഉന്നതി, കുട്ടികളുടെ ഉന്നതി, കുടുംബത്തെ നോക്കി പരിപാലിക്കുക, പ്രായമായവരെ പരിപാലിക്കുക, കുട്ടികളെ പരിപാലിക്കുക എല്ലാം നിങ്ങളാണ് ചെയ്യുന്നത്. ആരെങ്കിലും ചോദിക്കാറുണ്ടോ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും നൽകിയോ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 10,000 രൂപ നൽകുന്നു. ഇന്ന് നൽകുന്ന ഈ 10,000 രൂപ കഴിഞ്ഞ 20 വർഷങ്ങളിലായി എവിടെയായിരുന്നു? ഇതിനുവേണ്ടി നിങ്ങൾക്ക് 20 വർഷം കാത്തിരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? आपका मजाक क्यों उड़ाया जा रहा है? चुनाव के एक हफ्ते पहले ये ऐलान करते हैं कि 10,000 रुपए देंगे और अब बांटना शुरू. तो ये पैसे कहाँ थे इससे पहले? क्या इससे पहले महिला संघर्ष नहीं कर रही थी? क्या इससे पहले महिला भूखी नहीं सो रही थी? क्या इससे पहले महिलाओं पे अपराध नहीं हो रहा था? 20 सालों से आप सरकार में हैं, आज सूझा है आपको ये? ഇങ്ങനെ നിങ്ങളെ അപമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പിന്റെ ഒരു ആഴ്ച മുൻപ് പ്രഖ്യാപിക്കുകയാണ് 10,000 രൂപ നൽകുമെന്ന്. ഇപ്പോൾ അത് നൽകാൻ തുടങ്ങി. ഇത്ര നാളും ഈ പണം എവിടെയായിരുന്നു? ഇതിനു മുമ്പ് മഹിളകൾക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നോ? ഇതിനു മുൻപ് മഹിളകൾ വിശന്ന് കിടന്നുറങ്ങിയിട്ടില്ലേ? ഇതിനു മുൻപ് സ്ത്രീകൾക്കെതിരെ അക്രമം ഉണ്ടായിട്ടില്ലേ? 20 വർഷമായി നിങ്ങൾ ഭരിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് ഇപ്പോഴാണോ ബോധം വന്നത്? വളരെ കൃത്യമായ ചോദ്യങ്ങളാണ് ഇത്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളെ പോലും വെല്ലുവിളിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഇടയിൽ വരെ ഇലക്ഷൻ വിലക്കെടുക്കുന്നതിന് വേണ്ടി 10,000 രൂപ വീതം ബീഹാറിലെ വനിതകൾക്ക് നൽകുന്നു. ഇത് കണ്ട് മോദിയുടെ സെലക്ഷൻ കമ്മീഷൻ ഗാഢനിദ്രയിലാണ്. മോദിയുടെ നാണംകെട്ട വൃത്തികെട്ട വാക്കുകളെ കൃത്യമായ രീതിയിൽ തുറന്നു കാട്ടിക്കൊണ്ടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ഈ വാക്കുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?